ഇന്തോനേഷ്യയിലെ ജാവയിൽ മിന്നൽ പ്രളയം 16 പേർ മരിച്ചു, 9 പേരെ കാണാതായി. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചെന്ന് സൈന്യം. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. ദുരന്തം വിഴുങ്ങിയത് പെക്കലോങ്കൻ റീജൻസിയിലെ 9 ഗ്രാമങ്ങളെ. വഞ്ചിയൂർ വെടിവെപ്പ് കേസ് പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സുജിത്തിനെ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. മുൻ MLA-യും 2 കൗൺസിലർമാരും അടക്കം 4 നേതാക്കൾ BJP-യിൽ. സൗജന്യ വിദ്യാഭ്യാസമടക്കം വമ്പൻ പദ്ധതികളുമായി BJP പ്രകടന പത്രികയുടെ 2ാം ഭാഗം. കോവിഡ് കാലത്തെ PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. വാങ്ങിയത് 300 ഇരട്ടി പണം നൽകി. ഉണ്ടായത് 10.23 കോടിയുടെ അധിക ബാധ്യത. കുറഞ്ഞ തുകയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ തടഞ്ഞെന്നും റിപ്പോർട്ട്. റിലീസ് ചെയ്ത് 1.5 മാസം കഴിഞ്ഞിട്ട് വിവാദമൊഴിയാതെ പുഷ്പ 2. നിർമ്മാതാവിന്റെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ്. ഗെയിം ചേഞ്ചർ സിനിമയുടെ നിർമ്മാതാവ് ദിൽരാജുവിന്റെ വീട്ടിലും പരിശോധന.